രാഷ്ട്രീയ വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും വളരെ സജീവമായൊരു വാർത്താ ദിനമായിരുന്നു ഇന്ന്. മാസപ്പടി കേസോ CPI തർക്കമോ അല്ല, പക്ഷേ ഇന്ന് ടോപ്പ് 10-ലെ ആദ്യ വാർത്ത. പാലക്കാട് ഡിവിഷനിൽ നിന്നും മംഗലൂരു റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ മൈസൂരു റെയിൽവേ സ്റ്റേഷനിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ കേരളത്തിൽ പ്രതിഷേധം ശക്തമായ വാർത്തയാണ് ടോപ്പ് 10-ൽ ആദ്യം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ദക്ഷിണ റെയിൽവേ തുടർച്ചയായി അവഗണിക്കുന്നുവെന്നും മംഗലൂരുവിൽ നിന്ന് കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ആവശ്യത്തിന് ട്രെയിനുകൾ ഓടിക്കുന്നില്ല എന്നുമുള്ള പരാതികളെ തുടർന്നാണ് മംഗലൂരുവിനെ ദക്ഷിണ പശ്ചിമ റെയിൽവേ ചേർക്കാൻ റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചത്. എന്നാൽ കേരളത്തിന് വലിയ തിരിച്ചടിയാണ് ഈ തീരുമാനം മൂലം ഉണ്ടായിരിക്കുന്നത്. 1100 കോടി രൂപയുടെ നഷ്ടം കേരളത്തിന് ഉണ്ടാകുമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ഉടൻ ട്രെയിൻ സർവീസുകളെ ഈ തീരുമാനം ബാധിക്കില്ലെങ്കിലും തീരുമാനം നിലവിൽ വരുന്ന ഒക്ടോബർ 1 മുതൽ മംഗലൂരു ദക്ഷിണ പശ്ചിമ റെയിൽവേയുടെ നിയന്ത്രണത്തിലാകുന്നതോടെ അവരുടെ അനുമതിയില്ലാതെ പുതിയ ട്രെയിനുകൾ ഓടിക്കാൻ കഴിയാതെ വരുന്ന ഗൗരവമായ സാഹചര്യമുണ്ടാകും. പുതിയ തീരുമാനം കേരളത്തെ ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുകയെന്ന് ആദ്യം നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം റെയിൽവേ ബോർഡ് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം നിലവിൽ ദക്ഷിണ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷന്റെ പരിധിയിലുള്ള മംഗളൂരു പ്രദേശം മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനാണ് തീരുമാനം. ഇതോടെ പാലക്കാട് ഡിവിഷന്റെ അധികാര പരിധി വെട്ടിക്കുറയ്ക്കപ്പെടും. ഒക്ടോബർ 1 മുതൽ ഈ മാറ്റം പ്രാബല്യത്തിൽ വരും. മംഗളൂരു ഇല്ലാതായതോടെ പാലക്കാട് ഡിവിഷന്റെ നിലനിൽപ്പും പ്രതിസന്ധിയിലാകും. ഡിവിഷന്റെ ഡിപ്പോ നഷ്ടമായതിനാൽ പുതിയ ഡിപ്പോ വികസിപ്പിക്കാൻ കോടികൾ മുടക്കേണ്ടി വരും. മാത്രമല്ല, പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ വരുമാനത്തിൽ 1100 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഡിവിഷൻ വിഭജിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയിട്ടും MPമാരെ ഇരുട്ടിൽ നിർത്തിയുള്ള പുതിയ ഉത്തരവ് കർണാടകയിലെ BJP ഘടകത്തെ പ്രീണിപ്പിക്കാനാണെന്നാണ് ആരോപണം. പ്രതിഷേധം പ്രധാനമന്ത്രിയെ കത്തിലൂടെ അറിയിക്കാനാണ് സർക്കാർ തീരുമാനം. ഏകപക്ഷീയമായ റെയിൽവേയുടെ നടപടിക്കെതിരെ പാലക്കാടും ഡൽഹിയിലും പ്രതിഷേധിക്കാനാണ് MPമാരുടെയും തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.